ഞാൻ KB അബ്ദുൾ റഹീം. ഞാൻ മഞ്ചേരിയിലാണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത്. എൻ്റെ സ്വന്തം സ്ഥലം ചങ്ങനാശ്ശേരിയാണ്. മഞ്ചേരി സെറ്റിൽ ചെയ്തിട്ട് 35 വർഷത്തോളമായി. ഞാൻ വളരെ കാലമായിട്ട് ഈ ബ്രോങ്കൈറ്റിസ്, ആസ്മ, COPD എന്ന് പറഞ്ഞ രോഗത്തിനടിമയാണ്. ഞാൻ വളരെ വർഷം 20-25 വർഷക്കാലമായിട്ട് ഞാൻ ഈ രോഗത്തിന് അടിമപ്പെട്ട് ജീവിക്കുന്ന ഒരാളാണ്. ഞാൻ പല സ്ഥലങ്ങളിലും ആയുർവേദ ചികിത്സകളായിട്ടും മറ്റു ചില ചികിത്സകളായിട്ടും ഞാൻ വളരെയധികം ചികിത്സകൾ നടത്തിയിട്ടുണ്ട്. എന്നാൽ ഇതിൽ നിന്നും എനിക്ക് കാര്യമായൊരു പ്രയോജനവും എനിക്ക് കിട്ടിയിട്ടില്ല. ഇതേ തുടർന്ന് ഞാൻ മദ്രാസ്, തമിഴ്നാട്ടിലെ വെല്ലൂർ ഹോസ്പിറ്റലിൽ ഒരു പ്രാവശ്യം പോയിരുന്നു. അവിടെ ചെന്ന് പല ടെസ്റ്റുകൾ നടത്തി ചില മരുന്നുകൾ നിർദ്ദേശിച്ചിരുന്നു. അത് ഉപയോഗിച്ചുകൊണ്ട് എന്നിട്ടും എനിക്ക് കാര്യമായ പ്രയോജനമൊന്നും കിട്ടിയിരുന്നില്ല. എങ്കിൽ തന്നെയും വീണ്ടും ഞാൻ വെല്ലൂരിൽ കഴിഞ്ഞ ഒരു മാസത്തിന് മുമ്പ് പോയിരുന്നു. അവിടെ എനിക്ക് 15-17 ദിവസത്തോളം ഞാനവിടെ താമസിച്ച് ചികിത്സ നടത്തി. അതിൽ നിന്നും എനിക്ക് കാര്യമായ പ്രയോജനം കിട്ടിയിട്ടില്ലെന്നാണ് എൻ്റെ അനുഭവം. അവർ സാധാരണ ഉപയോഗിക്കുന്ന മെഡിസിൻ, റോട്ടാക്യാപ്, സ്പ്രേ, ഇങ്ങനെയുള്ള മരുന്നുകൾ ആണ് എനിക്ക് ഉപദേശിച്ചു തന്നിരുന്നത്. അത് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് യാദൃശ്യമായിട്ട് ഞാൻ ഈ സുദർശൻ എന്ന് പറയപ്പെടുന്ന ഹോസ്പിറ്റലിൻ്റെ മരുമകൻ്റെ ഒരു കണ്ണിന് തകരാറ് സംബന്ധിച്ച് അറിഞ്ഞുകൊണ്ട് ഞാനിവിടെ വന്ന് അതിനെപ്പറ്റി അന്വേഷിക്കാൻ വേണ്ടി വന്നതാണ്. അവിടെ വന്നപ്പോൾ ഞാൻ യാദൃശ്യമായിട്ട് ഡോക്ടറായിട്ട് പരിചയപ്പെട്ടു. ഡോക്ടർ ഗോകുലൻ. ഒരു ഫസ്റ്റ് ഇംപ്രഷൻ തന്നെ, ആദ്യത്തെ പരിചയപ്പെടൽ തന്നെ എനിക്ക് അദ്ദേഹത്തെ വളരെ ഇഷ്ടപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ എൻ്റെ രോഗവിവരങ്ങൾ ഞാൻ അദ്ദേഹമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിനനുസരിച്ച് കുറേ ദിവസം ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് നമുക്ക് ശ്രമിച്ചു നോക്കാം എന്നുള്ളൊരു അഭിപ്രായം കൊണ്ട് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഈ ആശുപത്രിയിൽ ഒരാഴ്ചയോളം ട്രീറ്റ്മെൻറ്റിലാണ്. എനിക്ക് സ്റ്റെപ്പുകൾ കയറുവാനോ ഒരു 100 മീറ്റർ പോലും നടക്കുവാനോ പറ്റാത്ത ഒരവസ്ഥയിലാണ് ഞാനിവിടെ വന്നു ചേർന്നിട്ടുള്ളത്. എന്നാൽ ഇവിടെ വന്ന് എൻ്റെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയതിന് ശേഷം അത്ഭുതകരമെന്ന് പറയട്ടെ, എനിക്ക് നടക്കുവാനും സ്റ്റെപ്പ് കയറുവാനും മുമ്പുണ്ടായിരുന്ന യാതൊരു തടസ്സങ്ങളും അല്പസ്വല്പം ഉണ്ടെങ്കിൽ തന്നെയും വളരെയധികം കഷ്ടപ്പെട്ടിരുന്ന ആ അവസ്ഥയിൽ നിന്ന് മാറ്റം വന്നിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് ഇന്ന് 6ാമത്തെ ദിവസമാണ്. ഈ 5 ദിവസം കൊണ്ട് ഇത്രത്തോളം ഇമ്പ്രൂവ്മെൻ്റ് 25 വർഷക്കാലമായിട്ട് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ നിന്നും 5 ദിവസം കൊണ്ട് ഇത്രത്തോളം ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായത് എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് ഞാനിപ്പോഴുള്ളത്. ഇപ്പോൾ ഞാൻ ശരിക്കും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മരുന്ന് 3 നേരം 4 നേരം വരെ ഉപയോഗിച്ചുകൊണ്ടിരുന്നു. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഇത് ഉപയോഗിക്കാതെ എനിക്ക് പ്രവർത്തനം തുടർന്നു പോകാൻ പറ്റില്ലായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ രാവിലെ അത് ഉപയോഗിക്കുന്നില്ല. അതുപോലെ തന്നെ ഉച്ചയ്ക്കും രാവിലെ 2 പ്രാവശ്യം ഉപയോഗിക്കേണ്ടതായിരുന്നു. എന്നാൽ ഇപ്പം ഞാനത് ഉപയോഗിക്കുന്നില്ല. ഇപ്പോൾ വൈകുന്നേരം ഒരു വിശ്വാസത്തിന് പറഞ്ഞ് ഞാൻ 1 പ്രാവശ്യം ഉപയോഗിക്കുന്നത് മാത്രമേ ഉള്ളൂ. എല്ലാം കൊണ്ടും എനിക്ക് ഇതുവരെയുള്ള ട്രീറ്റ്മെൻറ്റിൽ ഞാൻ വളരെ സംതൃപ്തനാണ്. ഇത് എനിക്ക് ഈ ട്രീറ്റ്മെൻറ്റ് തുടർന്ന് ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് പരിപൂർണമായിട്ട് ഭേദപ്പെടുമെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ ഇത് സംബന്ധിച്ച് എൻ്റെ വേണ്ടപ്പെട്ട പല വ്യക്തികളോട് ഞാനിപ്പോൾ എൻ്റെ സ്നേഹിതന്മാരോട് ഞാൻ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അത്രത്തോളം ഇമ്പ്രൂവ്മെൻറ്റ് ഈ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് എനിക്ക്
കിട്ടിയിട്ടുണ്ട്. ഞാൻ വളരെ സംതൃപ്തനാണ്.